അനുരാഗത്തോണി ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്ത കിനാവിൻ്റെ ഹാജത്തിൻ കരയിൽ പേമാരി പെയ്തോ അറിയാതെ ഇഷ്കിന്റെ ബഹറായ പെണ്ണെ അറിയില്ലെനിക്കെന്ത് പറയണമെന്ന് അതിയായ നോവാണ് ഉള്ളാകെ പൊന്നെ നീ എന്റെ നെഞ്ചിലെ തീയാണ് പൊള്ളുന്നോരനുരാഗത്തീയാണ് നീയും ഞാനും കണ്ട കിനാവിൻ്റെ അനുരാഗത്തോണി ബഹരിൽ അലിഞ്ഞു പണ്ടേ വിരിഞ്ഞൊര മോഹത്തിൻ താഴ്വാര പൂക്കളെ നിർമാല്യം കൊണ്ട് തരൂ കൂട്ടരെ നമ്മളെ ഉമ്മയും മോനും ഒപ്പലത്തെ നമ്മളെ ചക്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവളെ നല്ല സോലഹത്തായ രീതിയിൽ നല്ലൊരു മോളെ അല്ലെങ്കിൽ മോനെ കിട്ടട്ടെ. എല്ലാവരും അവളുടെ പ്രസവം നല്ല രീതിയിൽ കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം നമ്മളിഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണല്ലോ. അപ്പം ഞാൻ നിങ്ങളോടും കൂടി അറിയിച്ചാണ് ഓരോരുത്തർ പ്രാർത്ഥന അവർക്കുണ്ടായി അവർക്ക് നല്ല രീതിയിലാവട്ടെ. അവരുടെ പ്രസവവും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഉപ്പ കൊല്ലത്തുനിന്ന് നിജാസിൻ്റെ ഉമ്മ അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയതാട്ടോ. അവൾ പ്രസവിച്ചല്ലേന്ന് അറിയാനില്ല ശുശുക്കാന്തി കൊണ്ട് നോക്കിയതാട്ടോ. അപ്പോൾ കണ്ടത് നേരെ ഉമ്മ ഇങ്ങനെ കുട്ടിന് വാങ്ങുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കണ്ടത്. ഞാൻ സമയമൊന്നും നോക്കിയില്ല എപ്പോഴാണെന്നില്ല. അപ്പോൾ നോക്കിയപ്പോഴാണത് നമ്മളെ സീനു പ്രസവിച്ചിട്ട് കുട്ടിനെ വാങ്ങുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടോ. അത്ര എളുപ്പം പ്രസവിച്ചോ, എളുപ്പമായിട്ടുണ്ടാവില്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ മനസ്സിനൊരു സമാധാനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ അതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് വർഷം നോക്കിയത് 1 year ago എന്ന് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും അല്ല അതേപോലെ നല്ല രീതിയിൽ എളുപ്പം സുഖപ്രസവം ആവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നിജാസിന് ഇന്നലെ കഴുത്ത് വേദന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. കഴുത്ത് വേദന ഒക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. കഴുത്ത് വേദനയൊക്കെ അങ്ങ് ശരിയാവും. നീരിറക്കത്തിൻ്റെ പ്രശ്നം തന്നെ കേട്ടോ. നമ്മൾ കുറേ നേരം ഫോണിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് താഴത്തേക്ക് നോക്കിയിരുന്നിട്ടില്ല പ്രശ്നമാണ് കേട്ടോ. എന്നോട് അതേ പറഞ്ഞാൽ ഇന്നൊക്കെ റെസ്റ്റ് എടുത്താൽ ഒന്ന് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ റെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് മാറ്റം ഉണ്ട് കേട്ടോ. നീർക്കെട്ടിൻ്റെ ഗുളികയെല്ലാം കുടിച്ചപ്പോൾ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഗേസ്. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ നിങ്ങളോടും കൂടി ജസ്റ്റ് നമുക്കൊരു പ്രതീക്ഷയും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളോടും കൂടി അറിയിക്കാൻ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി പ്രസവം നടക്കട്ടെ ചക്കരൻ്റെ. എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീഡിയോ. ഞാനിങ്ങനെ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വന്നേക്കനെ ഫോണിലിരുന്ന് നോക്കിയപ്പോൾ കണ്ട വീഡിയോ അതാണ് കേട്ടോ. ഞാൻ ഒരു നിമിഷം ഒരുപാട് സന്തോഷിച്ച് പോയിട്ടോ. പിന്നെ ഞാൻ നോക്കിയത് വർഷം നോക്കിയപ്പോൾ 1 year ago എന്ന് കാണിക്കുന്ന കേട്ടോ.